ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഞാനവിടെ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കവർ പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി, അണ്ടിപ്പരിപ്പിന് പകരം കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ട അവിൽ. അപ്പോൾ ഈ ഏത്തപ്പഴം ഞാനിത് കൈവച്ചൊന്ന് ഉടയ്ക്കുന്നേ ഉള്ളൂ. കൈവച്ചിങ്ങനെ ഉടച്ചെടുക്കുന്നേ ഉള്ളൂ. മിക്സിയിലിട്ട് അത് ഒരുപാട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ തവി വെച്ചോ കൈ വെച്ചോ ഇങ്ങനെ ഉടയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിലൊന്ന് വറുത്തുകൊണ്ട് വരാം. ഏത്തപ്പഴം ഞാനിവിടെ ഇങ്ങനെ കൈ വെച്ചും തവി വെച്ചും ഒക്കെ ഞാനിങ്ങനെ ഉടച്ച് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് അവിൽ വറുക്കാനായിട്ട് നോക്കാം. അവിൽ വറുക്കാൻ വേണ്ടി ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് പാനിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് അവിൽ ഇടാം. പിള്ളേർക്ക് ഇച്ചിരി അവിൽ കുറച്ചധികം വേണമെന്ന് പറയുന്നു. അപ്പോൾ അവിൽ അതിനകത്ത് ഇടുമ്പോഴത്തേക്ക് അവർ കോരി കഴിച്ചോളും. അതുകൊണ്ട് കുറച്ച് അധികം അവിൽ ഞാൻ വറുക്കുകയാണ്. അവിലിവിടെ മൂത്തിട്ടുണ്ട്. നമുക്കത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് നെയ്യോട് ഒഴിക്കാം. അതിനകത്ത് നമുക്ക് കപ്പലണ്ടി വറുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കപ്പലണ്ടി ഇതിനകത്തേക്ക് ഇടുകയാണ്. കപ്പലണ്ടിക്ക് വലിയ ഈ ഓഫ് ചെയ്തിട്ടുള്ള ചൂട് മതി. കപ്പലണ്ടി എല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം തീ ഓഫ് ചെയ്താലും ആ പാനിൻ്റെ ചൂട് കൊണ്ട് കപ്പലണ്ടി അങ്ങ് മൂത്തോളും. കപ്പലണ്ടി ചൂടായിട്ടുണ്ട്. ഞാനിതങ്ങ് തീ ഓഫ് ചെയ്യുകയാണ്. ഞാനിവിടെ 4 കവർ ബൂസ്റ്റ്, ചെറിയ കവർ ബൂസ്റ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയാക്കി വെച്ചിരിക്കുന്ന ഫ്രീസറിൽ വെച്ചിരുന്ന പാല് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. മിക്സിയിൽ ഞാൻ ഐസാക്കിയ പാല് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 1 കവർ പാലാണ് ഇതിനകത്ത്. അപ്പോൾ ഞാൻ 1 കവർ ബൂസ്റ്റിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അടിക്കാൻ വേണ്ടിയാണ്. 1 കവർ ബൂസ്റ്റ്, 4 കവറല്ലേ, അപ്പോൾ 2 കവർ ഞാൻ ഇതിനകത്ത് ചേർത്തടിക്കുകയാണ്. രണ്ടാമത്തെ കവർ പാലും ബൂസ്റ്റും ഞാനകത്ത് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മധുരം മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ ഏത്തയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ചാലേ ഇത് ഒത്തിരി അങ്ങ് ഒന്ന് അരഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അവിൽ വറുത്തതും കപ്പലണ്ടി വറുത്തതും പിന്നെ നമ്മളിവിടെ കുറച്ച് ഈന്തപ്പഴവും വെച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പും ബദാമൊക്കെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ എന്ന് പറയും പോലെ നമുക്ക് കയ്യിൽ ഇത്രയും സാധനമേ ഉള്ളൂ. നമുക്ക് ഇത് വെച്ച് ശരിയാക്കാം. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് പകുതി ഒഴിച്ചു. അപ്പോൾ അതിനകത്ത് കുറച്ച് അവിൽ നമുക്ക് ഇടാം, കുറച്ച് കപ്പലണ്ടി ഇടാം, കുറച്ച് ഈത്തപ്പഴം ഇടാം. ഇത് കുറച്ച് കാത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇവിടെ കോരി ഒഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചുകൂടെ അവിലൊക്കെ ഇടാം. അവിൽ തോനെയും പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കപ്പലണ്ടി 2. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ്. ആരാണ് കുടിക്കാൻ പോകുന്നത്? നിങ്ങളെല്ലാം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈ ചൂടത്ത് ഇതൊക്കെ കഴിക്കുമ്പം ചൂടിനൊരു ആശ്വാസം കിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബൂസ്റ്റ് കൂടെ ഇടാം. കുറച്ച് ബൂസ്റ്റ് കൂടെ അധികം ഇരിക്കട്ടെ, നമ്മളെ വീട്ടിലല്ലേ കഴിക്കുന്നത്. അപ്പോൾ നമുക്കത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഈ ചൂടത്ത് ഇതുപോലെയുള്ളതൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മളെ വീട്ടിൽ കടയിലാവുമ്പോൾ ഇതിന് 150 രൂപ ആവും. അപ്പോൾ നമുക്കത് കഴിക്കാം.